നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിലെ പ്രതിസന്ധി. LDFന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. സംസ്ഥാന വ്യാപകമായി രാപ്പകൽ സമരം. ടിപ്പർ മേഖലയിലെ തൊഴിൽ പ്രശ്നത്തിന് പരിഹാരം വേണം. BMSന്റെ നേതൃത്വത്തിൽ RDO ഓഫീസ് മാർച്ച് നടത്തി. NGO അസോസിയേഷൻ 42ാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത്. പതാക ജാഥയ്ക്ക് തുടക്കം. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കോളിയടുക്കത്ത് ആവേശകരമായ തുടക്കം. ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നവംബർ 25 മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 8ാമത് ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങളായി വിളംബര ഘോഷയാത്ര നടന്നു. കോസ്മോസ് മാണിയാട്ടിന്റെ NN പിള്ള സ്മാരക നാടക മത്സരത്തിന് സമാപനം. മധുര നൊമ്പരപ്പാട്ട് മികച്ച നാടകം. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിലെ പ്രതിസന്ധി. LDFന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. നോട്ട് നിരോധനത്തിനെ തുടർന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാരണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി രാപ്പകൽ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് നടന്ന രാപ്പകൽ സമരം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വാതിലുകളെല്ലാം കൊട്ടിയടച്ച് ക്യാബിനറ്റ് തുടങ്ങി പുറത്തു പോകുന്നവർ ഒരാൾക്കും പുറത്തേക്ക് പോകാൻ വേണ്ടി അനുവാദമില്ലാതെ വളരെ ഏകാധിപതിയുടെ സ്വേച്ഛാധിപതിയുടെ സമീപനമായിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ ഉണ്ടായതെന്നാണ് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണക്കാരെ നേരിടാനാണ് ഈ ഒരു ദൗത്യത്തിന് പ്രധാനമന്ത്രി മുതിർന്നതെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോട്ട് പിൻവലിച്ചാൽ മാത്രം കള്ളപ്പണക്കാരെ നിയന്ത്രിക്കപ്പെടുമെന്ന ഒരു ബൗദ്ധ്യവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. K. വത്സലൻ അധ്യക്ഷനായി. PP രാജു, CK ബാബുരാജ്, AK നാരായണൻ, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കറൻസി പ്രതിസന്ധികളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം LDF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. LDF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. സമരം CPI സംസ്ഥാന കൗൺസിൽ അംഗം KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായം കേട്ടുകൊണ്ടാണോ നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണേണ്ടെന്ന് തീരുമാനിച്ചത്? ആണെങ്കിൽ പറയണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്തെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന 99% ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണാൻ പോയാൽ എനിക്ക് കാണേണ്ടതില്ല എന്ന സമീപനം സ്വീകരിക്കുന്നത് ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണ് എന്നതാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ അധ്യക്ഷനായി. മൂലക്കണ്ടം പ്രഭാകരൻ, P ദാമോദരൻ, ദേവി രവീന്ദ്രൻ, M ബാലകൃഷ്ണൻ, AV സഞ്ജയൻ, ചേറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ മേഖലയെ തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ അണിചേരണമെന്ന് സമരത്തിലൂടെ ആവശ്യപ്പെട്ടു. നോട്ട് പ്രതിസന്ധി. നീലേശ്വരത്ത് ചുമട്ടുതൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ആയിരം 500 രൂപ നോട്ട് നിരോധിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചാണ് ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നീലേശ്വരത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ധർണ സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. 2 ലക്ഷം കൊണ്ട് കല്യാണം നടക്കുന്നു നാട്ടിൽ. 5 പവൻ പൈസ, 5 പവൻ സ്വർണ്ണത്തിന്റെ
സൂചിപ്പിക്കുന്നത് വിവാഹം മാത്രമല്ലല്ലോ. വിവാഹം ഇരിക്കട്ടെ, വേണം നീട്ടിവെക്കാം. നമ്മുടെ നാട്ടിൽ ചികിത്സ, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതെല്ലാം സ്തംഭിച്ചിരിക്കുന്നു. ക്രയവിക്രയം സ്തംഭിച്ചു. അത് മാത്രമാണോ? ഇപ്പൊ ചുമട്ടുതൊഴിലാളി ഈ സമരം ആരംഭിച്ചതുകൊണ്ടാ കൂലി കിട്ടുമോ നാളെ? ചുമട്ടുതൊഴിലാളിയുടെ പണി എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട പണിയാ. തലയിൽ ചുമടെടുത്ത് ചങ്ക് പൊട്ടി അതുപോലെ നടുപൊട്ടി കയ്യും കാലും വേദനിച്ചുണ്ടാക്കി സമ്പാദിക്കുന്ന പണമാണ് അവരുടെ ജീവിതമാർഗം. ടി വി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ വി കുഞ്ഞികൃഷ്ണൻ, വെങ്ങാട്ട് ശശി, എം രാമൻ, ടി വി രാജൻ, ഇ കെ ചന്ദ്രൻ, എം സത്യൻ, ബി വി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ടിപ്പർ മേഖലയിലെ തൊഴിലിനെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം BMSന്റെ നേതൃത്വത്തിൽ RD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. BMSന്റെ നേതൃത്വത്തിലാണ് RD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ടിപ്പർ മേഖലയിലെ തൊഴിലിനെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു സൂചനാ സമരം എന്ന രീതിയിൽ ഈ ഒരു സമരവുമായിട്ട് ഭാരതീയ മസ്ദൂർ സംഘം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തൊഴിലാളികളുടേതായിട്ടുള്ള തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാതെ പ്രവർത്തിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിലാണ് ഭാരതീയ മസ്ദൂർ സംഘം ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാമോദരൻ അധ്യക്ഷനായി. UB സത്യനാഥ്, ഭാസ്കരൻ ഏച്ചിക്കാനം, പവിത്രൻ, ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയത്ത് നടക്കുന്ന NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക കൈമാറി. നവംബർ 26-നാണ് NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി നടന്നത്. കേരള NGO അസോസിയേഷന്റെ 42ാം സംസ്ഥാന സമ്മേളന വേദിയിൽ ഉയർത്തുവാനുള്ള പതാക വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്ക് തുടക്കമായി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി NK ബെന്നി നിർവഹിച്ചു. ശ്രീ MP ബിനോയ് അടക്കമുള്ള 4 ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യിക്കുവാൻ ഈ ഗൂഢാലോചനയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം സമ്മേളനം നടക്കുന്ന ജില്ല കോട്ടയം ജില്ല, അവിടെയുള്ള ഈ നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ജോയിന്റ് കൺവീനറായിട്ടുള്ള ജില്ലാ സെക്രട്ടറി VP ബോബിൻ ഉൾപ്പെടെ ചങ്ങനാശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ത്രേസ്യാമ ഉൾപ്പെടെയുള്ള 4 പേരെ കോട്ടയത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അടുത്ത നടപടി ആരംഭിച്ചത്. പക്ഷേ നമ്മൾ 42ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം ജില്ലയിലെ സസ്പെൻഷൻ പിൻവലിപ്പിക്കുവാനും അവർക്കെതിരെയുള്ള സംഘടനാ നടപടി അവസാനിപ്പിക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. നിലവിലുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജീവനക്കാരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിനും പെൻഷൻ പ്രായവർദ്ധനവ്, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, നോൺ കേഡർ പ്രൊമോഷൻ തുടങ്ങിയ 10ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതടക്കമുള്ള സംഘടനാ പ്രവർത്തനമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. നവംബർ 24, 25, 26 തീയതികളിലായി നടക്കുന്ന പരിപാടിക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, B മോഹനചന്ദ്രൻ, S രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. കോട്ടയത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. NGO അസോസിയേഷൻ 42ാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കും. പതാക ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. കാസർഗോഡ് ജില്ലയിലേക്ക് മാറ്റി അദ്ദേഹത്തെ പീഡിപ്പിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ രക്തസാക്ഷികൾ നമ്മളൊക്കെ കണ്ടതാണ്. ആ രക്തസാക്ഷിത്വത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഈ സംസ്ഥാന സമ്മേളനം നമ്മൾ നടത്താൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സമ്മേളനത്തിന്റെ ഇടയിൽ ഒരു ബന്ധു പോലും ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളിലും പ്രിയപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ ജീവിതയിലെ ജീവനക്കാരും ജനങ്ങളും ഈ സംഘടനയ്ക്കൊപ്പമുണ്ട്. കേരള NGO അസോസിയേഷൻ 42ാം സംസ്ഥാന സമ്മേളനം നവംബർ 26 മുതൽ 30 വരെ കോട്ടയത്ത് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ P ഉണ്ണികൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ C മോഹനചന്ദ്രൻ, ജാഥ മാനേജർ S രവീന്ദ്രൻ, AV രാജഗോപാലൻ, MP കുഞ്ഞുമൊയ്തീൻ, സുരേഷ് പെരിയങ്ങാനം, V ദാമോദരൻ എന്നിവർ സംസാരിച്ചു. സ്വീകരണ യോഗത്തിന് സുരേഷ് കൊട്രച്ചാൽ, K അശോക് കുമാർ, പ്രകാശൻ കൊട്ടറ, M ഹനീഫ്, KV രാജീവൻ തുടങ്ങിയവർ നേതൃത്വമേകി.
ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നവംബർ 25 മുതൽ 30 വരെ തീയതികളിലായി കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. നാടിന് കലയുടെ നിറക്കൂട്ടൊരുക്കാൻ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് വേദികൾ ഒരുങ്ങി. നവംബർ 25 മുതൽ 30 വരെ തീയതികളിലായി കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലയുടെ മാമാങ്കത്തിന് തിരി തെളിയുന്നത്. 8 വേദികളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുന്നത്. 84 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. നവംബർ 26-ന് കരുണാകരൻ MP കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 5000-ത്തോളം കലാകാരന്മാർ കലാകാരികൾ മാറ്റുരയ്ക്കുന്ന ഈ കലോത്സവത്തിൻ്റെ വിവിധ വേദികളിലായിട്ടാണ് പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്കൂളിൽ മാത്രമല്ല, കാഞ്ഞങ്ങാട് സൗത്ത് ദേശീയ പാതയോരത്ത് തന്നെ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജുകളിലാണ് പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത്. കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 26-ാം തീയതി വൈകുന്നേരം നമ്മുടെ പ്രിയങ്കരനായ ജനകീയനായ കാസർഗോഡ് പാർലമെന്റ് മെമ്പർ ശ്രീ പി കരുണാകരൻ MP നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനാവും. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ മുഖ്യാതിഥിയായിരിക്കും. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ഉണ്ണികൃഷ്ണൻ, അസീനാർ കലൂരാവി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, CK ബാബുരാജ്, KV പുഷ്പ, T ജനാർദ്ദനൻ, KV ദാമോദരൻ, KC പവിത്രൻ, KV ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. 8ാമത് ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് 28-ന് തുടക്കമാകും. കാഞ്ഞങ്ങാട്ട് വിളംബരഘോഷയാത്ര നടന്നു. എട്ടാമത് ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് 28-ന് തുടക്കമാവും. ക്രൈസ്റ്റ് CMI ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിജയികൾക്ക് 10,000, 7,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. ടൂർണമെന്റിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. വിളംബര ഘോഷയാത്രയ്ക്ക് മുന്നിൽ ക്രൈസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കേറ്റിംഗ് പ്രദർശനവും നടന്നു. വിസ്മയകരമായ പ്രകടനമാണ് വിദ്യാർത്ഥികൾ സ്കേറ്റിംഗിലൂടെ കാഴ്ചവെച്ചത്. വിളംബര ഘോഷയാത്രയ്ക്ക് ഫാദർ ജോജോ പന്തമാക്കൽ, ഡോക്ടർ അബുബക്കർ തുടങ്ങിയവർ നേതൃത്വമേകി. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കോളിയടുക്കത്തെ ചെമ്മനാട് പഞ്ചായത്ത് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നുവരുന്നത്. ജില്ലയിലെ 7 ഉപജില്ലകളിൽ നിന്നുള്ള സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉദുമ MLA K കുഞ്ഞിരാമൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാതലത്തിൽ തന്നെ നമുക്ക് കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ പരാജയം എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനെ ആരെയും കുട്ടികളെയോ പരിശീലകരെയോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ മാത്രം നടത്തുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ചില പരിപാടി സംഘടിപ്പിച്ച് തട്ടിക്കൂട്ടിയുടെ കൊണ്ടുവന്ന് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്നല്ലാതെ തുടർ പരിശീലനമോ നടപടിയോ ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ വിവിധ ഇനങ്ങളിൽ മത്സരം നടന്നു. റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്.
കോസ്മോസ് മാണിയാട്ടിന്റെ NN പിള്ള സ്മാരക നാടക മത്സരം സമാപിച്ചു. പാലാ കമ്മ്യൂണിക്കേഷന്റെ മധുരനൊമ്പരപ്പാട്ട് മികച്ച നാടകം. നടൻ വിജയരാഘവൻ സമാപന ചടങ്ങിലെ മുഖ്യാതിഥിയായി. മാണിയാട്ട് കോറസ് കലാസമിതിയുടെ 5ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് ചൊവ്വാഴ്ച സമാപനമായി. 9 നാൾ നീണ്ട നാടകോത്സവത്തിൽ മികച്ച നാടകമായി പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ മധുരനൊമ്പരപ്പാട്ട് തെരഞ്ഞെടുത്തു. കൊല്ലം അനശ്വരയുടെ ഒരു പകൽ ദൂരമാണ് 2ാമത്തെ മികച്ച നാടകം. പ്രേക്ഷകർ ഗാലപ്പ് പോളിലൂടെ തെരഞ്ഞെടുത്ത ജനപ്രിയ നാടകത്തിനുള്ള അവാർഡ് ഒരു പകൽ ദൂരം നേടി. മികച്ച സംവിധായകനായി മധുരനൊമ്പരപ്പാട്ടും ഒരു പകൽ ദൂരവും സംവിധാനം ചെയ്ത വത്സൻ നിസരിയെ തെരഞ്ഞെടുത്തു. ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ് മികച്ച രചയിതാവ്. ഒരു പകൽ ദൂരത്തിൽ മേജർ മുകുന്ദനെ അവതരിപ്പിച്ച നെയ്യാറ്റിൻകര സനൽ നടനും. കോഴിക്കോട് സങ്കീർത്തനയുടെ കനവ് കാക്കും കടലിലെ സജി മൂരാട് സഹനടനുമായി തെരഞ്ഞെടുത്തു. MT അന്നൂർ, രാജ്മോഹൻ നീലേശ്വരം, വാസു ചോറോട്, ഉദനൂർ ബാലഗോപാലൻ എന്നിവരാണ് വിധി നിർണയിച്ചത്. ആതിഥേയരായ കോറസ് രംഗവൽക്കരിച്ച ബിരിയാണി പ്രദർശന നാടകത്തോടെയാണ് തിരശ്ശീല വീണത്. സമാപന സമ്മേളനത്തിൽ നടനും NN പിള്ളയുടെ മകനുമായ വിജയരാഘവൻ അവാർഡുകൾ വിതരണം ചെയ്തു. പിന്നെ ഇത്രയും വലിയ നാടകത്തിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടിട്ടേയില്ല. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവമാണ്. അവർ പുള്ളിയെ തൊണ്ട ഇങ്ങനെ ഇടവനാണ്. നാടകം പഠിച്ചൊരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ പറയണമെങ്കിൽ അതല്ല, അദ്ദേഹം പറഞ്ഞ അടുത്ത വർഷം ഞാൻ ഒരുവിടെ എന്നിട്ടോ ഞാൻ 3 ദിവസം ഇരുന്ന് ഞാൻ എല്ലാവരെയും കുറിച്ച് വളരെ എനിക്ക് എല്ലാ ദിവസവും ഇരിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. 17-ാം തീയതി അദ്ദേഹത്തെ ഒരു സംഭവം നിലവിൽ പോയതാണ്. ഇനി ഞാനവിടെ സംഘാടക സമിതി ചെയർമാൻ MB കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്ത MB ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. R പ്രദീപൻ, K ദാമോദരൻ, KV അമ്പുകുഞ്ഞി, K പ്രമോദ്, TV നന്ദകുമാർ, തമ്പാൻ കിനേരി തുടങ്ങിയവർ സംസാരിച്ചു. നാടകോത്സവത്തിന് എത്തിയവർക്ക് സൗഹൃദ സദ്യയും വിതരണം ചെയ്തു. വെള്ളാക്കടപ്പുറം MBBM LP സ്കൂളിന് സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കി വാട്സ്ആപ്പ് കൂട്ടായ്മ. പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ക്ലാസ് റൂം ഒരുക്കാൻ നേതൃത്വമേകിയത്. പഠിച്ചിറങ്ങിയ മാതൃവിദ്യാലയത്തിന് മികച്ച ക്ലാസ് റൂം നിർമ്മിച്ചു നൽകി പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് കൂട്ടായ്മ മാതൃകയായി. വെള്ളാക്കടപ്പുറം MCM BM ALP സ്കൂളിനാണ് പൂർവ്വ വിദ്യാർത്ഥികൾ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിച്ചു നൽകിയത്. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനത്തിന് കർണാടകയിൽ നിന്നും ഹരേക്കള ഹജ്ജബ്ബ എത്തി. ഓറഞ്ച് വിൽപ്പനയിലൂടെ സ്വരൂപിച്ച പണം വിദ്യാലയം തുടങ്ങുന്നതിനായി മാറ്റിവെച്ച ഹജ്ജബ്ബ തന്റെ അനുഭവങ്ങൾ നാട്ടുകാരുമായി പങ്കുവച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CH മൊയ്തീൻ കുഞ്ഞി അധ്യക്ഷനായി. കൌൺസിലർ K വേലായുധൻ ഉപഹാര സമർപ്പണം നടത്തി. ഹോസ്തുർഗയോ KV പുഷ്പ, CH ഹമീദ് ഹാജി, AK കുഞ്ഞബ്ദുള്ള, സ്കൂൾ മാനേജർ ഹൈദർ അലി, MK അബൂബക്കർ ഹാജി, K സജിത, അഷ്റഫ് പാലാട്ട്, ഷീബ CH, പ്രധാനാധ്യാപിക ഷൈനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ IT കോർഡിനേറ്റർമാരുടെ ശില്പശാല ജില്ലാ റിസോഴ്സ് കേന്ദ്രത്തിൽ സമാപിച്ചു. ശില്പശാലയിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി വിദഗ്ധർ ക്ലാസ് എടുത്തു. RMSA അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ സുബ്രഹ്മണ്യൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഹൈസ്കൂളുകളും 40,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കൂളിലെ IT ലാബുകളെല്ലാം ഹൈടെക് ആക്കേണ്ടതുണ്ട്. അത് അതിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് തുടങ്ങിയിട്ട്, അതായത് ഇന്ന് അതിൽ എത്ര ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് അധ്യാപകർക്ക് മുഴുവൻ ആധുനിക രീതിയിലുള്ള പരിശീലനം നൽകേണ്ടതുണ്ട് എന്തായാലും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്. SITC-മാരെ അതുപോലെ ഹയർ സെക്കൻഡറി HITC-മാരെ VHSC IT കോർഡിനേറ്റർമാരെ ഇവിടെ വിളിച്ചത്. IT സ്കൂൾ ഡയറക്ടർ K അൻവർ സാദത്ത് വീഡിയോ കോൺഫറൻസ് വഴി മുഖ്യപ്രഭാഷണം നടത്തി. ഹൈടെക് വിദ്യാലയങ്ങളാക്കുന്നതിന്റെ മുന്നോടിയായി IT സ്കൂളിന്റെ നേതൃത്വത്തിൽ കമ്പ്യൂട്ടർ ലാബ്, ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ്, ക്ലാസ് മുറികളിൽ ലാപ്ടോപ്പ്, പ്രൊജക്ടർ, ശബ്ദ സംവിധാനം, നെറ്റ്വർക്കിംഗ് എന്നിവ ഏർപ്പെടുത്തും. എന്നാൽ ഇതിന് സജ്ജമാക്കുന്ന വിധം ക്ലാസ് മുറികളും ലാബും സുരക്ഷിതമാക്കൽ, പെയിന്റിംഗും പൊടിശല്യമില്ലാത്ത ക്ലാസ് മുറികൾ സജ്ജീകരിക്കൽ, സുരക്ഷിതമായ വൈദ്യുതീകരണം, മേൽക്കൂരകൾ എന്നിവ അതത് സ്കൂളുകൾ പൂർത്തിയാക്കണം. ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെയും സഹായത്തോടെ ഇത് ചെയ്യാം.
മുഴുവൻ അധ്യാപകർക്കും കമ്പ്യൂട്ടറിലുള്ള അടിസ്ഥാന പരിശീലനം, എല്ലാ വിഷയങ്ങൾക്കും ICT ഉപയോഗിച്ച് പഠിപ്പിക്കാനുള്ള പരിശീലനം, ഡിജിറ്റൽ ഉള്ളടക്ക വിന്യാസം, വിഭവ പോർട്ടലുകൾ, ഗവേണൻസ്, അധിഷ്ഠിത മോണിറ്ററിംഗ്, ലേണിംഗ്, ലേണിംഗ് തുടങ്ങിയ അക്കാദമിക് പ്രവർത്തനങ്ങളും ഹൈടെക് സ്കൂൾ പ്രോജക്ടിന്റെ ഭാഗമായി നടപ്പാക്കും. നാട്ടറിവിന്റെ അക്ഷയഗനിയുമായി ചെടിയമ്മ എന്ന അന്നമ്മ ദേവസ്യ പിലിക്കോട്ടെ കാർഷിക പ്രദർശന നഗരിയിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന അഗ്രി ഫിയസ്റ്റയിലാണ് നാട്ടറിവുകളെ പകർന്നു തരാൻ ചെടിയമ്മ എത്തിയിരിക്കുന്നത്. 600ഓളം ഔഷധ സസ്യങ്ങളുടെ ഉടമയും നാട്ടറിവിന്റെ അക്ഷയഗനിയുമാണ് ചെടിയമ്മ. കാർഷിക പ്രദർശന നഗരിയിൽ ഒറ്റമൂലികളുമായാണ് ചെടിയമ്മ എന്ന അന്നമ്മ ദേവസ്യ എത്തിയത്. നമ്മൾ കാടെന്ന് കരുതി കളയുന്നതിൽ പലതും വിലപ്പെട്ട ഔഷധങ്ങളാണെന്ന് പ്രദർശന നഗരിയിലെത്തുന്നവരെ ചെടിയമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാരായ രോഗികൾ മുതൽ പ്രശസ്ത സ്ഥാപനങ്ങളിലെ ഗവേഷകർ വരെ ചെടിയമ്മയെ തേടിയെത്താറുണ്ട്. 1991 മുതൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു വരുന്നു. ചെടികൾ കയ്യിൽ കരുതി അവയെ പരിചയപ്പെടുത്തിയാണ് ഓരോ ക്ലാസും നടത്തുന്നത്. ഹെർബൽ ഗാർഡനും മറ്റും ഒരുക്കുമ്പോൾ പേരറിയാത്ത ചെടികളെ കണ്ടെത്തുന്നതിന് ശാസ്ത്രജ്ഞന്മാർ വരെ ചെടിയമ്മയെ തേടിയെത്താറുണ്ട്. ഔഷധ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെടിയമ്മയുടേതായ പുസ്തകങ്ങളുമുണ്ട്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അഗ്രി ഫിയസ്റ്റ 2016 കാർഷിക പ്രദർശന നഗരിയിൽ 28 വരെ ചെടിയമ്മയുടെ സാന്നിധ്യമുണ്ട്. സോറിയാസിസ്, മഞ്ഞപ്പിത്തം, വാദം എന്നിവ ഭേദമാക്കുന്നതിൽ വിദഗ്ധയായ ചെടിയമ്മ 83ലും നാട്ടറിവുകൾ പകർന്നു നൽകി തന്റെ ചെടികളോടുള്ള സ്നേഹം പകരുന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിലെ കോവിലുകളുടെ കുറ്റിയടിക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് കോവിലുകളുടെ കുറ്റിയടിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി പത്മനാഭ പട്ടേരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രശില്പി വൈനിങ്ങൽ പുരുഷോത്തമൻ ആചാരി കുറ്റിയടിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ശിലാശില്പി കരുണാകരൻ മേസ്ത്രി, ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ യോഗേഷ് പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. കാരാട്ടുവയൽ മടത്തിൽ വീട് തറവാട്ടിലെ നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തറവാട്ടിലെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നത്. കാരാട്ട് മഠത്തിൽ വീട് തറവാട്ടിലെ നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. തറവാട്ടിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നത്. അങ്ങനെ ഛേദിച്ചിട്ട് ധരണിയിൽ പോകുന്ന ആ സമയത്ത് നിങ്ങളെന്ത് ചടങ്ങിൽ മഞ്ഞോട്ട് ദേവാലയ സ്ഥാനികരും കുടുംബാംഗങ്ങളും നാട്ടുകാരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയിലെ പ്രതിസന്ധി, LDFന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. സംസ്ഥാന വ്യാപകമായി രാപ്പകൽ സമരം. ടിപ്പർ മേഖലയിലെ തൊഴിൽ പ്രശ്നത്തിന് പരിഹാരം വേണം. BMSന്റെ നേതൃത്വത്തിൽ RDO ഓഫീസ് മാർച്ച് നടത്തി. NGO അസോസിയേഷൻ 42ാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത്. പതാക ജാഥയ്ക്ക് തുടക്കം. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കോളിയടുക്കത്ത് ആവേശകരമായ തുടക്കം. ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നവംബർ 25 മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 8ാമത് ക്രൈസ്റ്റ് ട്രോഫിക്കായുള്ള ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങളായി വിളംബര ഘോഷയാത്ര നടന്നു. കോസ്മോസ് മാണിയാട്ടിന്റെ NN പിള്ള സ്മാരക നാടക മത്സരത്തിന് സമാപനം. മധുര നൊമ്പരപ്പാട്ട് മികച്ച നാടകം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.